അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആനിലെ അവസാനത്തെ പാഠമാണ്. ലിസാനുൽ ഖുർആനിലെ 7ലെ ലിസാൻ ഖുർആനിലെ മുഴുവൻ പാഠങ്ങളും നമുക്ക് ഈ ചാനലിൽ ലഭിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് നമ്മൾ ലിസാനുൽ ഖുർആനിലെ 11ാമത്തെ പാഠമാണ് പഠിക്കുന്നത്. അദ്റസുൽ ഹാദി അശ്റ 11ാമത്തെ പാഠം. ഈ പാഠത്തിൽ 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നമ്മൾ പഠിക്കുന്നത്. ഒന്ന് ലമ്മും ലമ്മിനോടനുബന്ധമായി വരുന്ന അക്ഷരങ്ങളും, പിന്നെ ലന്നും അഥവാ മുദാരിഅ ഫീലിന് ജസ്മ് ചെയ്യുന്ന അക്ഷരങ്ങൾ. അത് ലമ്മ്, ലമ്മ, ലാമുൽ ലംദ്, ലാലിൻ നഹി. ഈ അക്ഷരങ്ങൾ മുദാരിഅ ഫീലിന് ജസ്മ് ചെയ്യും. പിന്നെ അൻ, ലൻ, കൈ, ഇദൻ ഈ അക്ഷരങ്ങൾ മുദാരിഅ ഫീലിന് നസ്ബ് ചെയ്യും. എളുപ്പത്തിന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ലമ്മ് ജസ്മ് ചെയ്യുമെന്ന് പറഞ്ഞാൽ മുദാരിഅ ഫീലിൻ്റെ അവസാനത്തിൽ സുക്കൂന് ചെയ്യും. ഒരു രീതിയിൽ സുക്കൂന് ചെയ്യും, മറ്റൊരു രീതിയിൽ അവസാനത്തെ അക്ഷരങ്ങൾ കളയും. ലന്ന് മുദാരിഅ ഫീലിന് നസ്ബ് ചെയ്യും അഥവാ ഫതഹ് ചെയ്യും. പിന്നെ ചിലപ്പോൾ അവസാനത്തെ അക്ഷരങ്ങളെ കളയും. ഇതാണ് പ്രധാനമായിട്ട് നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. ഇനി നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. അല്ലാഹു ഖാലിഖുന, അല്ലാഹു നമ്മുടെ സൃഷ്ടാവാണ്. അല്ലാഹു ഖാലിഖുന, അല്ലാഹു നമ്മുടെ സൃഷ്ടാവാണ്. വഹുവ റാസിഖുന, അല്ലാഹു നമുക്ക് ഭക്ഷണം നൽകുന്നവനാണ്. വഹാദീന, നമ്മുടെ സന്മാർഗത്തിലേക്ക് ചേർക്കുന്നവനാണ്. വഹുവ ഖദീമുൻ ബാക്കിൻ, അവൻ പണ്ടേ ഉള്ളവനും എന്നെന്നും അവശേഷിക്കുന്നവനുമാണ്. ലം യലിദ്, അവൻ പ്രസവിച്ചിട്ടില്ല. വലം യൂലദ്, അവൻ പ്രസവിക്കപ്പെട്ടിട്ടില്ല. കണ്ടില്ലേ, ലം യലിദ് അവസാനത്തിൽ സുക്കൂൻ ചെയ്തു, ജസ്മ്. വലം യൂലദ് അവിടെയും അവസാനത്തെ അക്ഷരത്തിന് സുക്കൂൻ ചെയ്തു അഥവാ ജസ്മ് ചെയ്തു. വലം യക്കുൻ അവിടെയും സുക്കൂൻ ചെയ്തു. വലം യക്കുല്ലഹു കുഫുവൻ, അവന് അഹദുൻ. വലം യക്കുല്ലഹു, അവന് ഉണ്ടായിട്ടില്ല, കുഫുവൻ ഒരു തുല്യനായ, അഹദുൻ ഒരാളും, അവന് തുല്യനായ ഒരാളും ഉണ്ടായിട്ടില്ല. അൻസലല്ലാഹുൽ ഖുർആന, അല്ലാഹു ഖുർആനിനെ അവതരിപ്പിച്ചു, ഇറക്കി. ലികാഫത്തിൽ ഇൻസി വൽ ജിന്നി, മനുഷ്യ ജിന്നുകൾക്ക് മുഴുവനായിട്ട്. വബയ്യന ഫീഹി, ആ ഖുർആനിൽ അല്ലാഹു വിശദീകരിച്ചു. വബയ്യന ഫീഹി, അതിൽ അവൻ വിശദീകരിച്ചു. അൽ അവാമിറ, കൽപ്പനകളും, വൻ നവാഹിയ, നിരോധനങ്ങളും. വ തവാരീഖൽ ഉമമി അൽ മാദിയ, കഴിഞ്ഞുപോയ സമൂഹങ്ങളുടെ ചരിത്രങ്ങളും. അല്ലാഹു റബ്ബുൽ ആലമീൻ, അല്ലാഹു ലോക രക്ഷിതാവാണ്. ഖലക്കൽ അർള വസ്സമാവാതി, ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചു അവൻ. വയഖൂലു ഫിൽ ഖുർആനിൽ കരീം, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു. അവലം യറല്ലദീന കഫറു, അവിശ്വാസികൾ മനസ്സിലാക്കിയിട്ടില്ലേ, അറിഞ്ഞിട്ടില്ലേ. അവലം യറല്ലദീന കഫറു, അവിശ്വാസികൾ അറിഞ്ഞിട്ടില്ലേ. അന്ന സമാവാതി വല്ലല്ല, ആകാശങ്ങളും ഭൂമിയും. കാനത്താ റത്കൻ, അവ ഒട്ടിപ്പിടിച്ചതായിരുന്നു. ഫഫതഖിനാഹുമാ, അവ രണ്ടിനെയും നമ്മൾ വേർപെടുത്തി. വഖാല ഐലൻ, വീണ്ടും അല്ലാഹു പറഞ്ഞു. അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ, ആനക്കാരെ കൊണ്ട് നിന്റെ റബ്ബ് എന്താണ് പ്രവർത്തിച്ചതെന്ന് നീ അറിഞ്ഞിട്ടില്ലേ. അലം തറ, നീ അറിഞ്ഞിട്ടില്ലേ, നീ കണ്ടിട്ടില്ലേ. കൈഫ ഫഅല, എങ്ങനെയാണ് പ്രവർത്തിച്ചത്. റബ്ബുക, നിന്റെ രക്ഷിതാവ്, ബി അസ്ഹാബിൽ ഫീൽ, ആനക്കാരെ കൊണ്ട്. അഥവാ കഅബ പൊളിക്കാൻ വേണ്ടി, റസൂല് ജനിക്കുന്നതിന് മുമ്പ് കഅബ പൊളിക്കാൻ വേണ്ടി അബ്റഹത്തും കൂട്ടരും ആനകളുമായിട്ട് വന്നു. അവരെ അല്ലാഹു നശിപ്പിച്ചു. ആ ചരിത്രം ഓർമ്മപ്പെടുത്തിയതാണ്. വഖാല തആല, അല്ലാഹു തആല പറഞ്ഞു. വഅൻഫിഖു, നിങ്ങൾ ചിലവഴിക്കുക. മിമ്മാ റസഖ്നാകും, നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന്. മിൻ ഖബ്ലി അൻ യഅതിയ, വരുന്നതിന് മുമ്പ്. അൻ യഅതിയ, കണ്ടില്ലേ, യ അന്ന് വന്നപ്പോൾ യാ എന്ന് ഫതഹ്മൽ അവസാനിപ്പിച്ചു, നസ്ബ് ചെയ്തു. അൻ യഅതിയ അഹദകുമുൽ മൗതു, മരണം നിങ്ങളിൽ ഓരോരുത്തർക്കും വരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് നിങ്ങൾ ചിലവഴിക്കുക. വഅൻഫിഖു, നിങ്ങൾ ചിലവഴിക്കുക. മിമ്മാ റസഖ്നാകും, നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന്. മിൻ ഖബ്ലി അൻ യഅതിയ അഹദകും, നിങ്ങളിൽ ഓരോരുത്തർക്കും വരുന്നതിന് മുമ്പ്. അൽ മൗത്ത്, മരണം. വഖാല ഐലം, വീണ്ടും പറഞ്ഞു. വലൻ യുഅഖിറല്ലാഹു, അല്ലാഹു പിന്തിക്കുകയില്ല. നഫ്സൻ, ഒരു ആത്മാവിനെയും. ഇദാ ജാഅ അജലുഹാ, അതിൻ്റെ അവധി എത്തിക്കഴിഞ്ഞാൽ.
നറാ ഫീ ഹാദ ദർസി, ഈ പാഠത്തിൽ നമ്മൾ കണ്ടു അഫ്ആലൻ മുലവ്വന, കളർഫുള്ളായ പദങ്ങൾ. അതേതൊക്കെയാണ്? ലം യലിദ്, വലം യൂലദ്, ലം യക്കുൻ, ലം യറ, ലം തറ. ഈ പറഞ്ഞ 5 പദങ്ങളും കുല്ലുഹ അഫ്ആലുൻ മുദാരിയത്തുൻ, ഇത് മുദാരിയ ഫീലാണ്. മജ്സൂമത്തുൻ, ജസ്മ ചെയ്തിട്ടുമുണ്ട്. ബിലം, ലമ്മ കൊണ്ട് ജസ്മ ചെയ്തിട്ടുണ്ട്. എവിടെ ജസ്മ ചെയ്തത്? ലം യലിദിൻ്റെ അവസാനത്തിൽ സുക്കൂന് ചെയ്തു, വലം യൂലദിൻ്റെ അവസാനത്തിൽ സുക്കൂന് ചെയ്തു, ജസ്മ ചെയ്തു. വലം യക്കുൻ, ലം യറൻ്റെ അവസാനത്തിലും ലം തറൻ്റെ അവസാനത്തിലും ജസ്മ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇനി അടുത്തതോ വനറാ ഫിഅലൈനി, 2 ഫീലുകളെ നമുക്ക് കാണാം. അൻ യഅ്തിയ എന്നതും വലം യുഅഖിറ എന്നതും. കിലാഹുമാ ഫീലാനി മുദാരിആനി, കിലാഹുമാ അവ രണ്ടും ഫിഇലാനി മുദാരിആനി, മുദാരിയായ 2 ഫീലുകളാണ്. മൻസൂബാനി, അവ രണ്ടും നസ്ബ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ബി അർഫൈൻ നസ്ബി, നസ്ബിൻ്റെ 2 അക്ഷരം കൊണ്ട്. ആ 2 അക്ഷരങ്ങൾ അതാ നസ്ബിൻ്റെ 2 അക്ഷരം അൻ, ലൻ. അപ്പോൾ പ്രധാനമായിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ടത് മുദാരിഅ ഫീലിന് ജസ്മ ചെയ്യുന്ന അക്ഷരങ്ങളുണ്ട്, നസ്ബ് ചെയ്യാൻ ഉപയോഗിക്കുന്ന അക്ഷരങ്ങളുമുണ്ട്. അതേതൊക്കെയാണ് എന്നാണ് പഠിക്കേണ്ടത്. ഇദാ ദഖല അലൽ ഫീലിൽ മുദാരി, മുദാരിയായ ഫീലിൻ്റെ മേൽ പ്രവേശിച്ചാൽ ജാസിമുൻ, ജസ്മ ചെയ്യുന്ന അക്ഷരങ്ങൾ പ്രവർത്തിച്ചാൽ യുജ്സമു, ജസ്മ ചെയ്യും. അപ്പോൾ മുദാരിയായ ഫീലിൻ്റെ മേൽ ജാസിമ്, ജസ്മ ചെയ്യുന്ന അക്ഷരങ്ങൾ പ്രവേശിച്ചാൽ യുജ്സമു, ജസ്മ ചെയ്യും. വൈദാ ദഖല നാസിബുൻ, നസ്ബ് ചെയ്യുന്ന അക്ഷരം പ്രവർത്തിച്ചാൽ യുൻസബു, നസ്ബ് ചെയ്യപ്പെടും. വൽ ഉറൂഫുല്ലത്തി തജ്സിമുൽ മുദാരിഅ, മുദാരിഅ ഫീലിന് ജസ്മ ചെയ്യുന്ന അക്ഷരങ്ങൾ 5 5 മുദാരിഅ ഫീലിന് ജസ്മ ചെയ്യുന്ന അക്ഷരങ്ങൾ 5. വഹിയ, അത് ഇൻ, ലം, ലമ്മ, ലാമുൽ ലംദി, ലാലിൻ നഹി. ഇന്ന്, ലമ്മ്, ലമ്മ, ലാമുൽ അംരി, അമ്രിൻ്റെ ലാമ്, അതുപോലെ നഹിക്ക് വരുന്ന ലാമ്. വൽ ഹുറൂഫുൻ നാസിബത്തി, വൽ ഹുറൂഫുൻ നാസിബത്തു, നസ്ബ് ചെയ്യുന്ന അക്ഷരങ്ങൾ 4 വയ്യ, അത് അൻ, ലൻ, കൈ, ഇദൻ. നേരത്തെ ജസ്മ ചെയ്യുന്ന 5 അക്ഷരങ്ങൾ പറഞ്ഞു. അതിൽ ഇൻ, ലം, ലമ്മ, ലാമുൽ അംരി, ലാലിൻ നഹി. ഇന്നും ലമ്മും ലമ്മയും അമ്രിൻ്റെ ലാമും നഹിൻ്റെ ലാമും. ഇവിടെ നസ്ബ് ചെയ്യുന്ന അക്ഷരങ്ങൾ 4 അത് അൻ, ലൻ, കൈ, ഇദൻ. ഇനി നമ്മൾ അടുത്ത പേജിലേക്ക് മറിക്കുന്നു. നഖറു മിസാലൻ, ഉദാഹരണങ്ങളൊന്ന് വായിക്കാം. യഫ് അലു, യഫ് അലു എന്നതിന് നമുക്ക് ലമ്മ ചെയ്തിട്ട് നസ്ബ് ചെയ്യുമ്പോൾ ലം യഫ് അൽ, അതിനെ ലന്ന് കൊടുത്ത് ജസ്മ ചെയ്യുമ്പോഴോ ലൈ യഫ് അല. യഫ് അലാനി എന്നതിനിക്ക് നസ്ബ് ചെയ്യുമ്പോൾ ജസ്മ ചെയ്യുമ്പോൾ ലം യഫ് അലു, അതിൻ്റെ അവസാനത്തെ നൂനിനെ കളഞ്ഞുകൊണ്ടാണ് ജസ്മ ചെയ്യുക. പിന്നെ നസ്ബ് ചെയ്യുമ്പോഴും അതേ പ്രകാരം തന്നെ ലൻ യഫ് അലു, നൂനിനെ കളയുക. അങ്ങനെയാണ് നസ്ബ് ചെയ്യുക. തഫ് അലു, തഫ് അലു എന്ന എനിക്ക് ജസ്മ ചെയ്യുമ്പോൾ ലം തഫ് അൽ, അവിടെ സുക്കൂന് പ്രകടമാകും. ഇപ്പുറത്ത് ലന്ന് വരുമ്പോൾ ലൻ തഫ് അല, അവിടെ നസ്ബ് പ്രകടമാകും, അഥവാ ഫത്തഹ് അവിടെ പ്രകടമായി കാണും. അപ്പോൾ നസ്ബ് എന്ന് പറഞ്ഞാൽ ഫത്തഹ് എന്ന് മനസ്സിലാക്കുക, അതോടൊപ്പം അക്ഷരങ്ങളെ കളയും. ജസ്മ എന്ന് പറയുമ്പോൾ സുക്കൂനാണെന്ന് മനസ്സിലാക്കുക, അതോടൊപ്പം അക്ഷരങ്ങളെ കളഞ്ഞിട്ടും ജസ്മ ചെയ്യും. ഇനി തഫ് അലാനി എന്നതിൽ നസ്ബ് ചെയ്യുമ്പോൾ എന്താ ജസ്മ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് നോക്കൂ. ലം തഫ് അല, നൂന് കളഞ്ഞു പോകും. അതേ പ്രകാരം തന്നെ തഫ് അലാനി എന്നതിൽ നസ്ബ് ചെയ്യുന്ന അക്ഷരം കടന്നാൽ ലം തഫ് അല, അവിടെ നൂന് കളയും. യഫ് അൽന, ജമ്മ മുഅന്നസിൽ അവിടെ ലം യഫ് അൽന എന്ന് തന്നെ ഒരു മാറ്റവും ഉണ്ടാവില്ല. ലൈ യഫ് അൽന, രണ്ടിലൊരു മാറ്റമില്ല, ജസ്മിലും നസ്ബിലും. തഫ് അലു എന്ന് ഏകവചനങ്ങൾ വരുന്നിടത്തൊക്കെ എങ്ങനെയായിരിക്കും? സുക്കൂനിൻ്റെ ജസ്മ ചെയ്യുന്നത് ജസ്മയുടെ പ്രകടമായി കാണും. ലം തഫ് അൽ, ലൻ നഫ് അൽ, ലം തഫ് അല. കണ്ടോ? നസ്ബ് കാണേണ്ടടുത്ത് നസ്ബ് ഫത്ത് കാണും, ജസ്മ കാണേണ്ടടുത്ത് സുക്കൂനും കാണും. ഏതിൽ? വഹദാനുകൾ, ഏകവചനത്തിൽ. എന്നാൽ ദ്വിവചനം 2 3 കാണിക്കുന്ന ആളുകൾ ചെയ്യുന്ന പ്രവൃത്തി പറയാനാണെങ്കിൽ അവിടുത്തെ നൂന് പോയിട്ടുണ്ടാവും. എന്നാൽ ജമ്മു മുഅന്നസിലെ നൂന് പോവില്ല. അതിനിങ്ങനെ വായിച്ചു നോക്കിയാൽ തഫ് അലാനി ലം തഫ് അല, ലം തഫ് അല, തഫ് അലൂന ലം തഫ് അലു, ലം തഫ് അലു, തഫ് അലീന ലം തഫ് അലി, ലം തഫ് അലി.
തഫ്അലാനി ലം തഫ്അല ലൻ തഫ്അല തഫ്അൽന ലം തഫ്അൽന ലം തഫ്അൽന അഫ്അലു ലം അഫ്അൽ ലൻ അഫ്അല നഫ്അലു ലം നഫ്അൽ ലൻ നഫ്അല. ഇനി നുക്കമ്മില ബിൽ മുനാസിബി യോജിച്ചതുകൊണ്ട് ചേർത്തി കൊടുക്കാം. അൽ വലതു കുട്ടി ഡാഷ് ബിൽ മദ്രസത്തി അവിടെ ലമ്മ് കൊടുത്തിക്കണ്. അപ്പം ലമ്മ് വന്നാൽ സുക്കൂന് കാണണം എന്നാണ് നമ്മൾ പറഞ്ഞത്. ലമ്മ് ജസ്മിൻ്റെ അക്ഷരാണല്ലോ. അപ്പോൾ സുക്കൂൻ ഉണ്ടോ നോക്കുക. അപ്പോൾ യഹ്ദുറു അവിടെ സുക്കൂനില്ല. യഹ്ദുറ അവിടെ ഫതഹാണ് കാണിച്ചത്. യഹ്ദുർ അപ്പോൾ അതാണ് കിട്ടുക. ലം യഹ്ദുർ അതാണ് ആദ്യമേ ഞാൻ പറഞ്ഞത്. ജസ്മിൻ്റെ അക്ഷരങ്ങൾ വരുമ്പോൾ ഏകവചനത്തിലാണെങ്കിൽ അവസാനത്തെ അക്ഷരത്തിൽ സുക്കൂന് കാണിച്ചിട്ടുണ്ടാകും. ലം യഹ്ദുർ. ഇനി അൽ മുഅ്മിനു വിശ്വാസി വിശ്വാസി ഡാഷ് യക്ദിബ എന്ന് പറഞ്ഞാൽ അവിടെ ഫതഹാണ് കാണിച്ചത്, അഥവാ നസ്ബിൻ്റെ ആണ്. അപ്പം നസ്ബിൻ്റെ പിന്നെ അക്ഷരങ്ങൾ ഇതിലുണ്ടോ നോക്കുക. ലമ്മ് ലന്ന് അന്ന്. അപ്പം ലന്നുണ്ട്. ലൻ യക്ദിബ മുഅ്മിന് കളവ് പറയുകയില്ല. ഇനി അത്വാലിബാനി രണ്ട് വിദ്യാർത്ഥികൾ. അപ്പോൾ ത്വാലിബാനി എന്ന് പറയുമ്പോൾ രണ്ടാളുകളെ സൂചിപ്പിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ലമ്മാണെങ്കിലും രന്നാണെങ്കിലും രണ്ടാളുകളെ സൂചിപ്പിക്കുമ്പോൾ അതിൻ്റെ നൂന് പോയിട്ടുണ്ടാവും. അപ്പോൾ നൂന് പോയത് ഇതിലുണ്ടോ നോക്കുക. യക്തുബാനി അതെന്തായാലും പറ്റൂല, നൂൻ അവിടെ ഉണ്ട്. യക്തുബാ അവിടെ നൂനില്ല. നക്തുബാ തെക്തുബാ യക്തുബാ തെക്തുബാ എന്നുണ്ട്. അപ്പോൾ അവിടെ പിന്നെ ഏതാ യോജിക്കുക? രണ്ട് വിദ്യാർത്ഥികൾ അവർ രണ്ടുപേരും എഴുതിയിട്ടില്ല എന്ന പാഠം എഴുതിയിട്ടില്ല. അവർ രണ്ടുപേരെന്നുള്ളതിന് ഏതാണ്? യക്തുബ ലം യക്തുബ. ഇനി ഇത് പാഠപുസ്തകത്തിൽ പറയാണ് നദ്റുസു അനിൽ ജവാസിമി വൻ നവാസിബി. ജസ്മ ചെയ്യുന്ന അക്ഷരങ്ങളെക്കുറിച്ചും നസ്ബ് ചെയ്യുന്ന അക്ഷരങ്ങളെയും അതിൻ്റെ വിശദീകരണങ്ങളും നമുക്ക് പഠിക്കാം. മിൻ സുഫൂഫിൽ ആലിയ ഉയർന്ന ക്ലാസ്സുകളിൽ ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ ഈ പാഠത്തിൽ ജവാസിമിൽ മുലാരി വനവാസിബു മുലാരിയ ഫീലിന് ജസ്മ് ചെയ്യുന്ന അക്ഷരങ്ങളും നസ്ബ് ചെയ്യുന്ന അക്ഷരങ്ങളുമാണ്. റത്തുക്കുൻ എന്നതിൻ്റെ അർത്ഥം ഒട്ടിപ്പിടിച്ചത്. ഫതക്ക എന്ന് പറഞ്ഞാൽ വേർപ്പെടുത്തി. അപ്പോൾ അള്ളാഹു ശരിക്കും ലിസാനുൽ ഖുർആൻ പഠിക്കാനും അറബി ഭാഷ പഠിക്കാനും തൗഫീഖ് ചെയ്യട്ടെ. നിങ്ങൾക്ക് ഈ പാഠങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ, ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ ഒറ്റ മടിയും കാണിക്കേണ്ട, ഒരു സബ്സ്ക്രൈബും വെച്ച് കൊടുത്തോളി കേട്ടോ. എന്നാൽ എല്ലാ പാഠങ്ങളും നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അസ്സലാമു അലൈക്കും.